Hello friends, welcome to Prodigy Institute of Management Studies. Myself Ananda Krishna here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇൻകം ടാക്സിന്റെ അമെൻമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് വരെയുള്ള അമെൻമെന്റ്സ് ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ കഴിഞ്ഞ വീഡിയോ കാണാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. സോ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് TDS ആൻഡ് TCS. TDS ആൻഡ് TCS എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അമെൻമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിലാദ്യം TDS ഓൺ സാലറി സെക്ഷൻ നമ്പർ 192 TDS ഓൺ സാലറിയിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണ്, അമെൻമെന്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, എംപ്ലോയി ക്യാൻ ഇൻഫോം ഹിസ് എംപ്ലോയർ ഫോർ എ ഫൈനാൻഷ്യൽ ഇയർ ദ ഡീറ്റെയിൽസ് ഓഫ് ഫോളോയിങ്. They shall be taken into account by the employer while calculating the tax to be deducted under section number 192. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ, ഒരു എംപ്ലോയിക്ക് ഒരു ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ എംപ്ലോയറോട്, അല്ലെ, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നിങ്ങളുടെ എംപ്ലോയർ ആരാണോ ആ എംപ്ലോയറിന് എന്ത് ചെയ്യാം, ഈ താഴെ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ TDS ഡിഡക്ട് ചെയ്യാൻ ഉള്ള ഒരു ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്. അത് എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്റിമേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്, ഇൻകം ചാർജബിൾ ടു ടാക്സ് അണ്ടർ അതർ ഹെഡ്സ്, അതായത് സാലറി ഒഴികെ ബാക്കിയുള്ള ഹെഡ്സിൽ നമുക്ക് ഏതൊക്കെ ഇൻകം ചാർജ് ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതുവരെ പല ഹെഡുകളിലായിട്ടും നമുക്ക് ഏതൊക്കെ ടാക്സുകൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, ടാക്സ് ഡിഡക്റ്റഡ് അല്ലെ, എത്രത്തോളം ടാക്സ് ഡിഡക്ട് ചെയ്തു എന്നുള്ളതിന്റെ ഇൻഫോർമേഷൻ കൊടുക്കാം. ദെൻ അതുകൂടാതെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അല്ലെ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കാം. അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഇഫ് ഹി ഹാസ് ഓപ്റ്റഡ് ഔട്ട് ദ ഡീഫോൾട്ട് റെജീം, അതായത് ഡീഫോൾട്ട് റെജീം ഓപ്റ്റഡ് ഔട്ട് ചെയ്തെന്നാ പറഞ്ഞത്. ഓപ്റ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്തു എന്നർത്ഥം, അല്ലെ, അതായത് നമ്മുടെ നോർമൽ ടാക്സ് ലാബ് ഇല്ലേ, നോർമൽ ടാക്സ് ലാബ് ഓപ്റ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഒരു എംപ്ലോയിക്ക് എംപ്ലോയറോട് കൊടുക്കാൻ, അല്ലെ, ഇൻഫോർമേഷൻസ് ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അമെൻഡഡ് പ്രൊവിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, വിത്ത് എഫക്ട് ഫ്രം 1 October 2024, 1/10/2024 മുതൽ ഈ പറയുന്ന അതർ ഹെഡ്സിലുള്ള ഇൻകം, അതുപോലെ തന്നെ TDS, അല്ലെ, എത്രത്തോളം ടാക്സ് ഡിഡക്ട് ചെയ്തു എന്നുള്ള ഇൻഫോർമേഷനോടൊപ്പം തന്നെ എത്രത്തോളം ടാക്സ് കളക്ട് ചെയ്തു എന്നുള്ള ഇൻഫോർമേഷനും കൂടെ ഒരു എംപ്ലോയിക്ക് എംപ്ലോയറോട് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ചേഞ്ച് ആയ അമെൻഡഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് TDS എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് ചേഞ്ച് ആയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TDS ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. അതായത് സെക്ഷൻ നമ്പർ 193 പറയുന്ന TDS ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. സോ TDS ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിലെ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, 193 പ്രകാരം നമുക്ക് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്തതിന് അതിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ആ ഇൻട്രസ്റ്റ് 10,000-ന് മുകളിൽ പേയബിൾ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, TDS ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെ. നമ്മുടെ കയ്യിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 8% ടാക്സബിൾ ബോണ്ടോ അല്ലെങ്കിൽ 7.75% സേവിങ്സ് ടാക്സ് ബോണ്ടോ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതിന് ഈ പറയുന്ന പോലെ 8%, 7.75% എന്നൊക്കെ പറയുന്നത് ഇൻട്രസ്റ്റാണ്. സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 10,000 രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആരാണോ പേ ചെയ്യുന്നത് അവരെന്ത് ചെയ്യണം, TDS ഡിഡക്ട് ചെയ്യണം. അപ്പൊ ഈ ലിസ്റ്റിലേക്ക് 1/10/2024 മുതൽ അഡീഷണൽ ആയിട്ട് വന്ന ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്നുള്ളതാണ്. ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് 2020 കൂടെ ഈ ഒരു, അതായത് ആ ഒരു സെക്യൂരിറ്റിയും കൂടെ ഈ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ആയി. സോ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് നിങ്ങളുടെ കൈവശം വെച്ചിരുന്നാൽ എന്ത് ചെയ്യാം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും 10,000-ൽ കൂടുതലാണെങ്കിൽ സെക്ഷൻ നമ്പർ 193 പ്രകാരം TDS ഡിഡക്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് 193 വന്നിരിക്കുന്ന ഒരു അമെന്റ്മെന്റ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് TDS ഓൺ ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അല്ലെ. അതായത് ഡിവിഡൻഡ് എന്താണ്, ഡിവിഡൻഡിന്റെ പുറത്ത് വരുന്ന ഇൻകം, അല്ലെ, ഡിവിഡൻഡ് ഇൻകം നിങ്ങൾക്ക് കിട്ടുകയാണ്, അതിന് പുറത്ത് വരുന്ന TDS. സോ ഇതിലേക്ക് നമുക്ക് TDS അണ്ടർ 194 സെക്ഷൻ നമ്പർ 194 ആണ് TDS ഓൺ ഡിവിഡൻഡ് ഇൻകം പറയുന്നത്. അതിന്റെ മീനിങ്ങിൽ വരുന്നത്, നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഡിവിഡൻഡിന്റെ മീനിങ് നമുക്ക് അറിയാൻ പറ്റും. അതിൽ സെക്ഷൻ നമ്പർ 2 സബ്സെക്ഷൻ 22 ക്ലോസ് നമ്പർ A മുതൽ F വരെയാണ് ശരിക്കും ഡിവിഡൻഡ് പറയുന്നത്.
അതിൽ ഈ വരെയുള്ള സെക്ഷൻസിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് TDS ആയിട്ട് ഡിഡക്ട് ചെയ്യുക ആസ് പെർ സെക്ഷൻ നമ്പർ 194. ഇനി ആ ലിസ്റ്റിലേക്ക് എന്തും കൂടെ ആഡ് ആയിട്ടുണ്ട്, ഒരു കാര്യം കൂടെ ആഡ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് സെക്ഷൻ നമ്പർ 2 സബ്സെക്ഷൻ 22 ക്ലോസ് എഫിൽ പറയുന്ന ബൈബാക്ക് പ്രൈസ് റിസീവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ ഫ്രം ഡൊമസ്റ്റിക് കമ്പനി അപ്പോൺ ദ ബൈബാക്ക് ഓഫ് ഇറ്റ്സ് ഷെയർസ്. നമ്മൾ ബൈബാക്കിനെ പറ്റി ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പോ ക്യാപിറ്റൽ ഗെയിൻ വരുന്ന സാഹചര്യവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ നമ്മൾ അമെൻഡ് ആയ പ്രൊവിഷൻ എന്താ പറഞ്ഞേ, ഒരു കമ്പനി അവരുടെ സെക്യൂരിറ്റി ഹോൾഡറുടെ കയ്യിൽ, അതായത് ആർക്കാണോ ഷെയർ ഇഷ്യൂ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഹോൾഡറുടെ കയ്യിൽ അത് ടാക്സബിൾ ആവും. അയാൾ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാ പറഞ്ഞത്. സെയിം തിങ് അവിടെ പറയുന്നത് കണ്ടോ, ബൈബാക്ക് പ്രൈസ് റിസീവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ ഫ്രം ദ ഡൊമസ്റ്റിക് കമ്പനി അപ്പോൺ ദ ബൈബാക്ക് ഓഫ് ഹിസ് ഷെയർസ് അല്ലെ. അപ്പോ ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈസ് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ആ ഡിവിഡൻഡിന്റെ പുറത്ത് എന്ത് ചെയ്യും, സെക്ഷൻ നമ്പർ 194 പ്രകാരം 10% TDS ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് TDS ഓൺ ഡിവിഡൻഡിന്റെ പുറത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ അമെൻമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ ഡിസ്കസ് ചെയ്ത കാര്യത്തിന്റെ ഉൾട്ട അല്ലെ, നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ പറയുന്നത്. മീൻസ് അതിന്റെ ഒരു സിമിലർ അല്ലെ, അതിന്റെ ഒരു വേറൊരു പെർസ്പെക്റ്റീവ് ആണ് ഇതിൽ പറയുന്നതെന്ന് മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് TDS ഓൺ പേയ്മെന്റ്സ് ടു കോൺട്രാക്ടേഴ്സ് അല്ലെ, കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് സെക്ഷൻ നമ്പർ 194C അല്ലെ. അപ്പൊ 194C പ്രകാരം കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റിന് 194C പ്രകാരമാണ് TDS ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവരൊരു വർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമുക്ക് പ്രൊവിഷനിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊവിഷനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ വർക്ക് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വർടൈസിംഗ് വരും, ദെൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ടെലികാസ്റ്റിംഗ് ഇൻക്ലൂഡിംഗ് പ്രൊഡക്ഷൻ ഓഫ് പ്രോഗ്രാംസ് സച്ച് ആസ് ബ്രോഡ്കാസ്റ്റിംഗ് ഓർ ടെലികാസ്റ്റിംഗ് അല്ലെ. അതായത് നമ്മുടെ TV പ്രോഗ്രാംസ് ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, ടെലികാസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. പിന്നെ അഡ്വർടൈസിങ്, പിന്നെ ക്യാരിയേജ് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ബൈ എനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതർ ദാൻ ബൈ റെയിൽവേസ്. അപ്പൊ റെയിൽവേ ഒഴികെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് വഴി, either റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആകാം, അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആകാം, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ ആകാം, അതുവഴി ഗുഡ്സ് ക്യാരി ചെയ്യുകയോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുകയോ ചെയ്താൽ ആ ആക്ടിവിറ്റി അത് വർക്കിൽ പെടും, അതായത് കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ കാറ്ററിംഗ് വർക്ക് ഇൻക്ലൂഡ് ചെയ്യും. ദെൻ മാനുഫാക്ചറിംഗ് ഓർ സപ്ലൈയിങ് എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് എ കസ്റ്റമർ by using materials purchased from such a customer or is associate. ഓക്കെ, അതായത് പ്രോഡക്റ്റ്, അതായത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുക അല്ലെ. നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് വേണ്ടി വരും. അപ്പോൾ അതുമൊക്കെ എന്താണ്, ഈ വർക്ക് ഇൻക്ലൂഡ്സ്, വർക്കിനകത്ത് പെടുന്നതാണ്. അതായത് കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ വർക്ക് ഇൻക്ലൂഡ്സ് എന്നുള്ളതിന്റെ ഡെഫിനിഷനിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, പക്ഷേ വർക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നുള്ളതിനകത്ത് ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതായത് എന്താണ് ആ ചേഞ്ച് എന്ന് വെച്ചാൽ, അമെൻഡഡ് പ്രൊവിഷൻ എന്താ പറയുന്നത് വെച്ചാൽ, വർക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ അത്, മാനുഫാക്ചറിംഗ് ഓർ സപ്ലൈയിങ് എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് എ കസ്റ്റമർ ബൈ യൂസിംഗ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ സച്ച് പേഴ്സൺ ഓർ അസോസിയേറ്റ് പേഴ്സൺ. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കില്ലേ ഓരോ പ്രോഡക്റ്റ് ഒക്കെ, ഓർഡർ കിട്ടുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വേണം അല്ലെ, ഇരിക്കുന്ന ഒരു ചെയർ വേണം എന്ന് വിചാരിക്കുക, ഒരു സോഫ സെറ്റ് വേണം എന്ന് വിചാരിക്കാം. അപ്പൊ ആ സോഫ സെറ്റ് നമ്മൾ പറയുന്ന സ്റ്റൈലില് അല്ലെങ്കിൽ ഡിസൈനിൽ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ കസ്റ്റമൈസ് ചെയ്ത് തരിക എന്ന് അതിന് പറയുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തു തരുന്നതിന് കസ്റ്റമൈസ് ചെയ്ത് തരിക എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഇത് ഈ വർക്ക് എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ഇനി 1/10/2024 മുതൽ പറഞ്ഞിരിക്കുന്ന പുതിയ അമെൻമെന്റ് പ്രകാരം അല്ലെങ്കിൽ പുതിയ പ്രൊവിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വർക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡഡിൽ ഒരു കാര്യം കൂടെ പെടും. ദാറ്റ് ഈസ് എനി സം റെഫർ ടു ഇൻ സെക്ഷൻ 194J. 194J എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വർക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡിൽ, അതായത് വർക്കിന്റെ അകത്ത് എടുക്കാനായിട്ട് പാടില്ല. അതായത് 194C പ്രകാരം കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന നമ്മൾ അതിൽ വരുന്ന വർക്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ 194Jയിൽ പറയുന്ന കാര്യം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമുക്ക് പുതുതായിട്ട് അമെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് TDS ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇമ്മോൾ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈ സെക്ഷൻ നമ്പർ 194IA. അതായത് ഇമ്മോൾ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന പേയ്മെന്റിൽ
ടി ഡി എസ് ഡിഡക്ട് ചെയ്യണം എന്നുള്ളതാണ് 194IA പ്രകാരം പറയുന്നത്. സോ നമുക്ക് ആദ്യം എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പറയുന്നത് ടി ഡി എസ് അറ്റ് 1% ഈസ് ആപ്ലിക്കബിൾ ഓൺ കൺസിഡറേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടി. അപ്പൊ ഇമ്മൂവൽ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന കൺസിഡറേഷന്റെ പുറത്ത് 1% ടി ഡി എസ് ഡിഡക്ട് ചെയ്യണം എന്നുള്ളതാണ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടിന്യൂ ചെയ്യുകയാണ്, അതിൽ മാറ്റമൊന്നും ഇല്ല. Then TDS is applicable only if such consideration or stamp duty value is more than rupees 50 lakhs. അല്ലെ, അപ്പം ടി ഡി എസ് എപ്പോഴേ ആപ്ലിക്കബിൾ ആവുള്ളൂ? ടി ഡി എസ് ഈസ് ആപ്ലിക്കബിൾ only if such consideration or stamp duty value is more than 50 lakhs. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അല്ലെങ്കിൽ ആ കിട്ടിയ കൺസിഡറേഷനോ 50 ലക്ഷത്തിന് മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? നമുക്ക് ടി ഡി എസ് ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഈ പ്രൊവിഷന് നമുക്ക് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂ ആകുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചേഞ്ച് ഒന്നും ഇല്ല. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ദാറ്റ് ഈസ് ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ട്രാൻസ്ഫറാർസ് ഓർ ട്രാൻസ്ഫറീസ്, കൺസിഡറേഷൻ ഷാൽ ബി ദ അഗ്രിഗേറ്റ് ഓഫ് എമൗണ്ട് പേയബിൾ ബൈ ഓൾ ദ ട്രാൻസ്ഫറീസ് ടു ദ ട്രാൻസ്ഫറാർ. അപ്പോ നമ്മളൊരു ഇമ്മൂവൽ പ്രോപ്പർട്ടി വിറ്റു. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് പേയ്മെന്റ് തരുന്നത്, അതായത് നമ്മൾ ഒരു പക്ഷേ ജോയിന്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് ആയിരിക്കാം അല്ലെ. അപ്പൊ ഒന്നിലധികം ആൾക്കാർ വിൽക്കാനുമുണ്ട്, അതിന്റെ പേയ്മെന്റ് തരുന്നതും ഒന്നിലധികം ആൾക്കാരിൽ നിന്ന് ഞാനെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെ ഇരിക്കെ നമുക്ക് ഓരോ പേയ്മെന്റിലും ടി ഡി എസ് ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അഗ്രഗേറ്റ് പേയ്മെന്റ് എത്രയാണോ വരുന്നത് അതിന്റെ പുറത്തായിരിക്കും ടി ഡി എസിന്റെ ആപ്ലിക്കബിലിറ്റി വരിക. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താ എക്സാമ്പിൾ നോക്കിക്കേ. ലെറ്റ്സ് സേ ദാറ്റ് ഐ സോൾഡ് എ പ്രോപ്പർട്ടി ടു എ ആൻഡ് ബി. അതായത് ഞാൻ എന്ത് ചെയ്തു? എക്കും ബിക്കും ഒരു പ്രോപ്പർട്ടി വിറ്റു ജോയിൻലി ഫോർ റുപ്പീസ് 80 lakhs, 80 ലക്ഷത്തിനാണ് വിറ്റത്. ഈച്ച് ഓഫ് ദം പേ 40 lakhs, 40 ലക്ഷം വെച്ചിട്ട് ഓരോരുത്തരും തന്നു. ഓക്കെ, അതായത് എ 40 ലക്ഷം തന്നു, പി 40 ലക്ഷം തന്നു. ഓക്കെ, നൗ വാട്ട് മാറ്റേഴ്സ് ഈസ് ഹൗ മച്ച് ഈസ് ദ അഗ്രഗേറ്റ് കൺസിഡറേഷൻ. അപ്പൊ ഇതില് പോയിന്റ് എന്താന്ന് വെച്ചാൽ എത്രയാണ് അഗ്രഗേറ്റ് കൺസിഡറേഷൻ എന്നുള്ളതാണ് അല്ലെ. വിച്ച് ഹിയർ ഈസ് 80 lakhs, 80 ലക്ഷം എന്നുള്ളതാണ് അഗ്രഗേറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് 80 lakhs ഈസ് മോർ ദാൻ 50 lakhs അല്ലെ, 50 ലക്ഷത്തിൽ കൂടുതലാണ്. നമ്മൾ പ്രൊവിഷനിൽ പറയുന്നത് എന്താ? നിങ്ങൾ കൺസിഡറേഷൻ ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ കൺസിഡറേഷൻ ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ടി ഡി എസ് 194IA പ്രകാരം ടി ഡി എസ് ഡിഡക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നവരാരോ? ബയ്യേഴ്സ് ആണല്ലോ പേയ്മെന്റ് കൊടുക്കുക അല്ലെ. അപ്പൊ ബയ്യേഴ്സ് എന്ത് ചെയ്യണം? ഈ 80 ലക്ഷത്തിന്റെ പുറത്ത് വേണം എന്ത് ചെയ്യാൻ? ടി ഡി എസ് ഡിഡക്ട് ചെയ്യാൻ. ഓക്കെ, സോ ഇതാണ് നമുക്കൊരു ചേഞ്ച് വന്നത്. അതായത് മൾട്ടിപ്പിൾ ട്രാൻസ്ഫറാർസും മൾട്ടിപ്പിൾ ട്രാൻസ്ഫറീസും വന്നാൽ എങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടി ഡി എസിന്റെ റേറ്റിൽ വന്ന ചേഞ്ച് ആണ്. ഓക്കെ, ടി ഡി എസിന്റെ റേറ്റിൽ വന്ന ചേഞ്ച് ആണ്. ആൻഡ് ഈ ചേഞ്ച് എന്ന് പറയുന്നത് 1/10/2024 മുതലാണ് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക. സോ ഏതൊക്കെ സെക്ഷനുകളിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സെക്ഷൻ നമ്പർ 194G, ദാറ്റ് ഈസ് ടി ഡി എസ് ഓൺ കമ്മീഷൻ ഓൺ സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ്സ് സെയിൽ ചെയ്യുന്നതിന്. അപ്പൊ നമുക്ക് എന്താണ് ഐറ്റം എന്നുള്ളത് മാത്രം ശരിക്കും പഠിച്ചാൽ മതി. കാരണം എല്ലാം എന്താണ് 5% നിന്ന് 2% കുറയുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. എല്ലാ റേറ്റ്സും 5% നിന്ന് 2% ആയിട്ട് കുറഞ്ഞു. സോ ഏതൊക്കെയാണ് സെക്ഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഐറ്റം എന്നുള്ളത് മാത്രം നമ്മൾ കണ്ടാൽ പോരെ. അതിൽ ഫസ്റ്റ് വൺ ടി ഡി എസ് ഓൺ കമ്മീഷൻ ഓൺ സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ്. ലോട്ടറി വിൽക്കുന്നതിന്റെ പുറത്തുള്ള കമ്മീഷൻ, അതിന് വരുന്ന ടി ഡി എസ്. സോ അതിന്റെ റേറ്റ് 5 നിന്ന് 2%. ദെൻ 194H, ടി ഡി എസ് ഓൺ കമ്മീഷൻ ഓർ ബ്രോക്കറേജ്. കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജിന്റെ പുറത്തുള്ള ടി ഡി എസ് 5% നിന്ന് 2%. ദെൻ 194DA, ടി ഡി എസ് ഓൺ എനി ടാക്സബിൾ സം റിസീവ്ഡ് അണ്ടർ എ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസി മെച്ചുവർ ആയിട്ട് നമുക്ക് അതിൽ നിന്നൊരു എമൗണ്ട് കിട്ടി. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് നമുക്കൊരു എമൗണ്ട് കിട്ടി. സോ അതിന്റെ പുറത്ത് വരുന്ന ടി ഡി എസ് അത് 5% നിന്ന് 2% കുറഞ്ഞു. ദെൻ 194IB, ദാറ്റ് ഈസ് ടി ഡി എസ് ഓൺ റെന്റ് ബൈ സർട്ടൻ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. ഇൻഡിവിജ്വൽസ് ആൻഡ് HUF അവർ റെന്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെന്റിന് പുറത്ത്, അതും സർട്ടൻ റെന്റ്സേ ഉള്ളൂ, എല്ലാം വരില്ല. അപ്പോ ആ റെന്റിന് പുറത്ത് വരുന്ന ടി ഡി എസ് അല്ലെ, അതും 5% നിന്ന് 2%. ആൻഡ് ടി ഡി എസ് ഓൺ പേയ്മെന്റ്സ് മെയ്ഡ് ബൈ സർട്ടൻ ഇൻഡിവിജ്വൽസ് ഓർ HUF ഫോർ വർക്ക്സ് കോൺട്രാക്ട് ഓർ കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ഓർ പ്രൊഫഷണൽസ് ഫീ. അപ്പൊ സർട്ടൻ ഇൻഡിവിജ്വൽ ആൻഡ് HUFന് കിട്ടുന്ന കമ്മീഷനോ ബ്രോക്കറേജോ പ്രൊഫഷണൽ ഫീസോ അതിന് മുകളിൽ വരുന്ന ടി ഡി എസ് അത് നേരത്തെ 5% ആയിരുന്നു, 5 നിന്ന് ഇപ്പൊ 2% കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ടി ഡി എസിന്റെ റേറ്റിൽ വന്നിരിക്കുന്ന
ചേഞ്ചസ്. അപ്പൊ ഇത് മേ ബി നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് അല്ലെ, MCQs ഒക്കെ ചോദിക്കാം. അതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ശരി. ദെൻ നെക്സ്റ്റ് തിങ്, ഇൻട്രസ്റ്റ് ഓൺ ലേറ്റ് പേയ്മെന്റ് ഓഫ് TDS ആൻഡ് TCS. TDS അല്ലെങ്കിൽ TCS ഡിഡക്ട് ചെയ്യാതിരുന്നാൽ അതിന് ലേറ്റ് പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെ, ലേറ്റ് ഫീ എന്ന് പറയും. ലേറ്റ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ലേറ്റ് ഫീയിൽ ഉണ്ടായ ചേഞ്ച് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. TDSന്റെയും TCSന്റെയും രണ്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ TDS ഡിഡക്ട് ചെയ്തു, പക്ഷെ അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാനായിട്ട് വിട്ടുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 1.5%, 1.5% പെർ മന്ത് ഓർ പാർട്ട് ദെയർ ഓഫ് ആയിരിക്കും എന്തായിട്ട് വരിക? നമുക്ക് ലേറ്റ് ഫീ ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ആൻഡ് എന്ന് മുതലാണ് നമ്മൾ ഇത് ലേറ്റ് ഫീ കൊടുക്കണ്ടേ? പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിഡക്ഷൻ ടു ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ്. നമ്മൾ എന്നാണോ അത് ഡിഡക്ട് ചെയ്തത്, ആ ഡിഡക്ട് ചെയ്ത പീരീഡ് മുതൽ എന്നാണോ നമ്മൾ ഇത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്, ആ പേ ചെയ്യുന്ന പീരീഡ് വരെയുള്ള അത്രയും കാലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലേറ്റ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പൊ TDS ഡിഡക്ട് ചെയ്തു, പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1.5% പെർ മന്ത് ആണ് നമ്മൾ ഡിഡക്ട് ലേറ്റ് ഫീ ആയിട്ട് പേ ചെയ്യേണ്ടി വരും. TCS ആണെന്നുണ്ടെങ്കിൽ അത് 1% ആണ് ലേറ്റ് ഫീ. അതായത് കളക്ട് ചെയ്തു പക്ഷെ ഗവൺമെന്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1% പെർ മന്ത് നമ്മൾ ലേറ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇനി അമെൻഡഡ് പ്രൊവിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TDSന്റെ റേറ്റ് ഒന്നും മാറിയിട്ടില്ല, പക്ഷെ TCSന്റെ മാറി. ഓക്കെ, TCSന്റെ നേരത്തെ 1% പെർ മന്ത് നമ്മൾ ലേറ്റ് ഫീ ആയിട്ട് പേ ചെയ്യേണ്ടത്, പക്ഷെ അതിപ്പോ എത്രയായി? 1.5% പെർ മന്ത് ആയി. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഒരു അമെൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, അടുത്ത കാര്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സർട്ടിഫിക്കറ്റ് ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് ലോവർ റേറ്റ്, സെക്ഷൻ നമ്പർ 197. അതായത് ഒരു അസസിക്ക് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസിൽ ഉള്ള റേറ്റ് അല്ലാണ്ട് അതിൽ കുറവ് റേറ്റിൽ TDS ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസിഡറേഷൻ എന്ത് ചെയ്യാം, അസസിങ് ഓഫീസർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് 197 എന്ന് പറയുന്നത്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Assessee can make an application to the assessing officer for deduction of tax at lower rate or for non-deduction of tax if the tax to be deducted against his income under following section. അപ്പൊ താഴെ പറയുന്ന സെക്ഷൻസ് പ്രകാരമാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന് പുറത്ത് TDS ഡിഡക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ അസസിങ് ഓഫീസർക്ക് കൊടുക്കാം. അപ്പൊ അത് ഏതൊക്കെ സെക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് സെക്ഷൻ ഉണ്ട്. 192 തുടങ്ങി 194M വരെ പറയുന്ന ഒരുപാട് സെക്ഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിലുള്ള ഒരു അമെന്റ്മെന്റ് എന്താന്ന് വെച്ചാൽ 194Q എന്ന് പറയുന്ന സെക്ഷനും കൂടി ഇതിൽ ആഡ് ആയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 194Q എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്ന ഇൻകത്തിന്റെ പുറത്ത് TDS ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ലോവർ റേറ്റിൽ TDS ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? ഒരു അസസിങ് ഓഫീസർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫ്രം 1/10/2024, 1/10/2024 മുതലായിരിക്കും ഇത് ആപ്ലിക്കബിൾ ആവുക. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, TCS ഓൺ സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് സെയിൽ ചെയ്യുമ്പോൾ അതിന് പുറത്ത് വരുന്ന TCS ഉള്ള ഒരു ചേഞ്ച് ആണ് കേട്ടോ. റേറ്റിലൊന്നും ചേഞ്ച് ഇല്ല, പക്ഷെ ഒരു പർട്ടിക്കുലർ ഐറ്റം കൂടെ ഇതിൽ ആഡ് ആയി, അതാണ് ചേഞ്ച്. നോക്കിക്കേ, TCS under section number 206 is applicable at 1% on sale of motor vehicle of a value exceeding ₹10 lakh. അപ്പൊ 10 ലക്ഷത്തിന് മുകളിലുള്ള മോട്ടോർ കാറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ പുറത്ത് 1% TCS ആ ഷോറൂംകാർ കളക്ട് ചെയ്യും. ഓക്കെ, ഇത് 206C സബ്സെക്ഷൻ 1 ക്ലോസ് F എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമാണ് ഈ 1% TCS കളക്ട് ചെയ്യുക. അമെൻഡഡ് പ്രൊവിഷൻ എന്താന്ന് വെച്ചാൽ 1 ജാനുവരി 2025 അല്ലെ, 2025 ജാനുവരി 1 മുതൽ മോട്ടോർ വെഹിക്കിൾ മാത്രമല്ല അതർ നോട്ടിഫൈഡ് ഗുഡ്സ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് മോട്ടോർ വെഹിക്കിൾ വിച്ച് ഈസ് ഹാവിംഗ് വാല്യൂ മോർ ദാൻ 10 lakhs, 10 ലക്ഷത്തിന് മുകളിൽ വാല്യൂ വരുന്ന മോട്ടോർ വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതിന് 1% TCS കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതർ നോട്ടിഫൈഡ് ഗുഡ്സ് കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് റൂൾസിലാണ് പറയുന്നത്. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ മോട്ടോർ വെഹിക്കിളിനോടൊപ്പം അതർ നോട്ടിഫൈഡ് ഗുഡ്സും കൂടി ഇതിൽ ആഡ് ആവും. അതിന്റെ വാല്യൂവും 10 ലക്ഷത്തിന് മുകളിൽ പോയാൽ 1% TCS കളക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് TDS TCS എന്ന് പറയുന്ന പോർഷനിൽ അമെന്റ്മെന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിങ് നമുക്കുള്ളത്
അസസ്മെന്റ് പ്രൊസീജിയർ അതിൽ ഒരേ ഒരു അമെന്റ്മെന്റേ ഉള്ളൂ, ദാറ്റ് ഈസ് കോട്ടിംഗ് ഓഫ് ആധാർ നമ്പർ അണ്ടർ സെക്ഷൻ നമ്പർ 139AA എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം ആണ്. ഓക്കെ, സോ നോക്കാം. അതായത് നമുക്കറിയാം ഇപ്പം ഈവൻ നമ്മളൊരു പാൻ കാർഡ് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പാൻ കാർഡ് എങ്ങനെയായിരിക്കും വരിക? നിങ്ങൾ ആധാറിന്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാൻ എടുക്കാൻ പറ്റും, അതായത് ഇലക്ട്രോണിക് പാൻ എടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ OTP വരും, OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എന്ത് കിട്ടും? പാൻ കാർഡ് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇത് എങ്ങനെയാ പോസിബിൾ ആകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആധാറും പാനും കൂടെ ലിങ്ക്ഡ് ആയിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പ്രകാരം എവറി പേഴ്സൺ ഷാൽ മാൻഡേറ്ററിലി കോട്ട് ആധാർ നമ്പർ ഇൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ പാൻ ആൻഡ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേണിലും പാൻ അപ്ലൈ ചെയ്യുന്ന ഫോമിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മാൻഡേറ്ററി ആയിട്ടും ആധാർ നമ്പർ മെൻഷൻ ചെയ്തിരിക്കണം. അത് ആ പ്രൊവിഷനിൽ ചേഞ്ച് ഒന്നുമില്ല, അത് കണ്ടിന്യൂ ആവുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പ്രൊവിഷൻ പറയുന്നത് എന്താ? എക്സിസ്റ്റിംഗ് പ്രൊവിഷന്റെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ആധാർ, ഒരാൾക്ക് ആധാർ ഇല്ലെന്ന് വിചാരിക്കാം, he can quote the 28 digits enrollment ID of ആധാർ ആപ്ലിക്കേഷൻ ഫോം യൂസ് ടു ഹിം at the time of enrollment. നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് നമുക്ക് ആധാർ എൻറോൾമെന്റ് ID കിട്ടുമായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന 28 ഡിജിറ്റ് നമ്മൾ കോട്ട് ചെയ്താലും മതി ആധാർ നമ്പറിന് പകരം. അപ്പൊ ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രൊവിഷൻ. പക്ഷെ ഇതെന്ത് ചെയ്തു? ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം ഇപ്പൊ എല്ലാവരുടെ കയ്യിലും എന്തുണ്ടാവും? ആധാർ കാർഡ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ ആധാർ എൻറോൾമെന്റ് IDയുടെ സംഭവങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അടുത്ത അമെന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ അമെന്റ്മെന്റ് എന്താന്ന് വെച്ചാൽ, ഓൾസോ എ പേഴ്സൺ who has been allotted PAN on the basis of enrollment ID of Aadhaar application form has to intimate his Aadhaar number to the prescribed authority in the prescribed manner before the notified date. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി ആധാർ എൻറോൾമെന്റ് ID മെൻഷൻ ചെയ്യുന്ന പ്രൊവിഷൻ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി ആധാർ എൻറോൾമെന്റ് ID മെൻഷൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സ് ഇൻകം ടാക്സ് റിട്ടേണും പാനും ഒക്കെ എടുത്തവർ എന്ത് ചെയ്യണം? അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഇപ്പോൾ ഉള്ള ആധാർ നമ്പർ, അല്ലെ, ആധാറിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ആധാർ കാർഡ് കിട്ടിക്കാണുമല്ലോ. അപ്പൊ ആ ആധാർ നമ്പർ എന്ത് ചെയ്യണം? പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ, അല്ലെ, പ്രിസ്ക്രൈബ്ഡ് മാനറിൽ നോട്ടിഫൈഡ് ഡേറ്റിനുള്ളിൽ അവർ എന്ത് ചെയ്യണം? അതായത് ആരാണോ ഇതിന്റെ അധികാരി, ഒരുപക്ഷെ അസസിംഗ് ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് വ്യക്തികളായിരിക്കാം, അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഇൻഫോം ചെയ്യണം, ഇതാണ് എന്റെ ആധാർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇന്റിമേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് സെക്ഷൻ നമ്പർ 139AA വന്ന അമെന്റ്മെന്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് കമ്മിങ് അറ്റംപ്റ്റിൽ, അതായത് CA ഇന്റർമീഡിയറ്റിന്റെ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ CMA ഇന്റർമീഡിയറ്റ് എക്സാംസ് ജൂണിൽ എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് 2 പാർട്ടിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ അമെന്റ്മെന്റ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ആൻഡ് എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ CA CMA കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റുഡൻസ്, അല്ലെ, സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. സോ അവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവും കൂടുതൽ നോളജ് ഷെയറിങ്ങുമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന അറ്റംപ്റ്റ് നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് തീരട്ടെ, അതായത് നല്ലൊരു എക്സാം ആയിട്ട് വരട്ടെ. നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നമ്മൾ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടും. സോ വിഷിംഗ് എവറി വൺ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.